കണ്ടോ നമ്മുടെ ഈ കാക്കപ്പിള്ളേർ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കരിയിലക്കിളി വന്ന് കഴിക്കുന്നു. 2, 4, 6 ഉണ്ട്. 6, 7 ഉണ്ട് കൂട്ടുകാരെ. പിന്നെ കാക്ക തോ ഇരിക്കുന്നു. ഒരാളോട് ഉണ്ട്. രണ്ടുപേരും വന്ന് കഴിച്ചിട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നത്. അങ്ങനെ പിന്നെ ഒരാളങ്ങ് പറന്നുപോയി, ഒരാളവിടെ ഇരിപ്പുണ്ട്. പറന്നുപോയി കാണത്തില്ലേ, മാവിലെവിടെയും കാണും. ഇനിയിപ്പോൾ ഇവർ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേറൊരു തരം കിളിയുണ്ട്. ആ കിളി വരും. പിന്നെ കിറുങ്ങണത്തി വരും. വേറെ തരം കിളി എന്ന് പറഞ്ഞാൽ ഇരട്ടത്തലച്ചി എന്ന് പറയും ഇവിടെ. ഇരണ്ടൻ തലച്ചി അങ്ങനെ കണ്ട 2 തല പോലെ ചുണ്ട് പോലെ ഇങ്ങനെ മുകളിലിരിക്കുന്ന പോലെ ഇരിക്കുന്നത് അത് വരും. അത് വന്നതിന് ശേഷം പിന്നെ നമ്മുടെ കിറുങ്ങണത്തി വരും. പിന്നെ അണ്ണാൻ വരും. അപ്പം നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ, കാണുമ്പോഴൊക്കെ. നമ്മളിനി രാവിലെ തിരക്കല്ലേ, സ്കൂളിൽ പോകണം, ഇവിടുത്തെ ജോലി കഴിഞ്ഞ്. അപ്പോൾ അതിനിടയ്ക്ക് ചിലപ്പോൾ ഓർത്തൊന്നും വരത്തില്ല. കണ്ട പിള്ളേർ കഴിക്കുന്നേ. കാക്ക വന്ന് കഴിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് കിളികളൊക്കെ പോയി. ഹായ് കൂട്ടുകാരി, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ജോലിക്ക് പോവാണേ. ഇവിടുത്തെ മാറ്റിയത് കൊണ്ട് ഈ കവുങ്ങുംതടി കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പാലത്തെ കൂടെ ചാടി വരുന്ന പോലെ വരാൻ പറ്റത്തില്ല. സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്നതിന് വീട്ടിലോട്ട് പോകാൻ ആരംഭിക്കുക. ഇങ്ങനെ നമുക്ക് ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ മുറ്റമൊക്കെ തൂത്തുവാരായിരുന്നു കൂട്ടുകാരെ. പിന്നെ ഉണക്കായതുകൊണ്ട് നല്ല രസമുണ്ടല്ലേ, തൂത്തുവാരിയിടുമ്പോൾ നല്ല വൃത്തി വരുന്നുണ്ട്. അല്ലെങ്കിൽ ചളുപ്പിള് നടക്കും. പിന്നെ ചള്ളയായിട്ട് ഇവിടെ ഇല്ല, ഒരു തരി പൊടിമണലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ തൂത്തുവാരിയത് അവിടോട്ടങ്ങ് കൂട്ടി വയ്ക്കും. കാരണം വൈകുന്നേരം അന്നേരം പട്ടിക്കൂടിന് അവിടോട്ടൊന്ന് പുകയ്ക്കാവല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി. നമ്മുടെ ഒരു ബോൾസം കണ്ടോ, പൂവിൽ നിൽക്കുന്ന കണ്ടോ. അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ആ ഭാഗത്തായിട്ട് ഒരു പൊളവന് ഒരു തവളയെ പിടിച്ച് കിടന്ന് അലച്ച്. ഉച്ചയ്ക്ക് ഞാൻ വന്നു കഴിഞ്ഞ് ഞാൻ അന്നേരം ഓടി വന്ന് ഒരു കമ്പെടുത്തടിച്ച് അവിടെ കൊണ്ടുവച്ച് ആ കമ്പ് ഒടിഞ്ഞു. അത് വെച്ച് അടിച്ച് തവള രക്ഷപ്പെട്ടു. അപ്പോൾ ആമ്പ് പൊളവൻ ഇങ്ങോട്ട് ചാടിപ്പോകും. ചെറിയ ഒരെണ്ണമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചവിട്ടിയതാണ് കൂട്ടുകാർ. എൻ്റെ ഈ ചെടി കണ്ടോ, അങ്ങ് പാടിപ്പോയി. അപ്പം നമ്മൾ അന്നേരത്തെ ഒരു ഇതിൽ ചെടിയൊന്നും നോക്കിയില്ല. ദേ ഇവിടെ ചവിട്ടി ഞാൻ അങ്ങോട്ട് കുഴിഞ്ഞതാണ് കണ്ടോ, കുഴിയൊക്കെ ആയിപ്പോയി. അങ്ങനെ എൻ്റെ ഒരു ചെടി പോയി. പിന്നെ നമ്മൾ അന്ന് ദിവസം നട്ട ചെടിയൊക്കെ ദേ ഇപ്പോൾ ഒരുവിധം ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ, വരിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ കൂട്ടുകാരെ വേറൊരു സംഭവം കാണിക്കാം. അതിനായിട്ട് ഞാൻ ഓടി വന്നൊരു ഫോണും എടുത്തോണ്ടേ. അതിനിപ്പം ഞാൻ തൂത്തുവാരി വന്ന് ദേ ഇവിടെ അന്ന് ഈ അതിൻ്റെയൊക്കെ മണ്ട പിച്ചി വന്നേരം ഞാൻ ഇവിടോട്ടങ്ങ് വെച്ച് അതവിടെ അങ്ങ് കിളിച്ച്. അപ്പം ഞാൻ ഇങ്ങോട്ട് ഓടി ഇവിടെയൊക്കെ ഇങ്ങനെ തൂത്തുവാരി കൂട്ടുകാരെ കേട്ടോ. ഇവിടെയൊക്കെ തൂത്തുവാരി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വെച്ചത് ഞാൻ ഇവിടെ ഒരു മുളകും നട്ടിട്ടുണ്ട്, ഒരു പയറും നട്ടിട്ടുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാ സംഭവം എന്ന് വിചാരിച്ച് ഞാൻ വന്ന് നോക്കിയതാണ്. എൻ്റെ കൂട്ടുകാർ നോക്കിക്ക് കണ്ടോ, ഉണ്ടമുളക്. അപ്പോൾ ഇത് കൊല്ലത്തൈ ആണെന്നും വെച്ചോണ്ട് ഞാൻ ഇതേ ഒരെണ്ണം പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. എന്ത് ചെയ്യേ കണ്ടോ, അത് നമുക്ക് പിച്ചാം. ഇതേ പഴുത്ത്. അപ്പോൾ ഞാനാണെങ്കിൽ കൊല്ലത്തൈ എന്ന് പറഞ്ഞ് ഇവിടോട്ട് മാറ്റി നട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാളിൽ ഒരു ദിവസം ഞാൻ എന്നാൽ വേണ്ട പിഴുത് കളയാമെന്ന് പറഞ്ഞ് ഞാൻ എടുക്കാൻ നേരത്താണ് അന്ന് ഇതിൽ 2 മുളക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നിങ്ങനെ ഒന്ന് ചേടാ ഇവിടെ ഒരു മുളക് ഉണ്ടായിരുന്നു, എന്ത് ചെയ്യുന്നു വെച്ചാൽ നോക്കിയപ്പോഴാണ് കൂട്ടുകാരെ കണ്ടത്. നോക്ക്, ഉണ്ടമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ടോ, കണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു മൂട് പയർ കൊണ്ട് നട്ടായിരുന്നു. അപ്പോൾ ഇതിലൊന്നും ഞാൻ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ഇല്ലേ. അതുകൊണ്ട് കൂട്ടുകാർ നോക്കിയതേ ഇത് വിളഞ്ഞ്. ഇതിന് നമുക്ക് ഉണങ്ങാനിടാം, അടുത്ത വിത്തിനായിട്ടെടുക്കാം. തത്തമ്മ കാണാതിരുന്നാൽ രക്ഷപ്പെട്ട്. പിന്നെ 2 എണ്ണം ഉണ്ട്, അത് നമുക്ക് പിച്ചിയെടുക്കാം കേട്ടോ. എന്താണെന്നറിയാം, നമുക്കിന്ന് ഇച്ചിരി പയറുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് മെഴുക്കുരട്ടിയോ തോരനോ വല്ലതും വെക്കാം. പിന്നെ കുറച്ച് ചീരയിലയുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി വൻപയർ ഇന്നലെ തോരൻ വെച്ചതുപോലെ തന്നെ വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഇലയും കൂടെ ഇട്ട് തോരനാക്കാം. അങ്ങനെ ഇതും കൊണ്ട് ഒടിച്ചെടുക്കുക. ഇങ്ങനെ അടത്തി എടുക്കുന്നതുകൊണ്ടാണ് കൂട്ടുകാർ ഇതിനകത്തിൽ അങ്ങനെ ഒത്തിരി ഇല്ലാത്ത കേട്ടോ, കിളുന്നായിട്ട് നിൽക്കുന്നത്. ഞാൻ
ഈ പയർ കൊണ്ടുവണ്ടി ശ്രദ്ധിച്ചേ ഇല്ലായിരുന്നു. നോക്ക്, തനിയെ പയറായി. അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നട്ടിട്ട് പുറകെ നടക്കുന്ന ഒന്നും ശരിയായി വരത്തില്ല. കുറേ ചീരത്തണ്ടുണ്ട്, ഒടിച്ചെടുക്കാം. നല്ല ചീരത്തണ്ടാണ് കേട്ടോ. ഇങ്ങനെ ഒത്തിരി വിളയാത്ത തണ്ടാണ് നല്ലത് തോരൻ വെക്കാൻ. അപ്പോൾ ഇതിന് വേലിച്ചീരയെന്നും പറയും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഇഷ്ടമാണ് കൂട്ടുകാർ. തോരൻ വെക്കുന്നതൊക്കെ കഴിക്കുകയും ചെയ്യും. നമ്മുടെ ഏട്ടന് ഇതൊന്നും അങ്ങനെ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം കഴിച്ചോളും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മായിയമ്മ 2 മക്കളെ വളർത്തിയത് അങ്ങനെ. കടയിൽ നിന്നുള്ള പലഹാരങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്തും ഒക്കെയായിരുന്നു വളർത്തിയത്. അപ്പോൾ ഇപ്പോഴും ഏട്ടന് കടപ്പലഹാരം ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങിച്ച് കഴിക്കും. എങ്കിലും ചോറും കറിയൊക്കെ കഴിക്കും. മറ്റേ അങ്ങനെ ചോറും കറിയൊക്കെ വെച്ച് കൊടുത്താൽ ഭയങ്കര മടുപ്പാണ്. ഒരു നേരം അങ്ങാണ് ഒന്ന് കഴിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എപ്പോഴും ചായ വേണം, പിന്നെ ഇത് പലഹാരം വേണം. ഇങ്ങനെയായിരുന്നു നിർബന്ധം. ഇപ്പോഴാണേലും പണിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് അങ്ങ് കോന്നി വരെ പോകുമ്പോഴത്തേക്ക് എവിടെയൊക്കെ ചായക്കടയുണ്ടോ അവിടെയൊക്കെ ഇറങ്ങി ചായ കുടിച്ചേ പോകത്തുള്ളൂ. പിന്നെ അത് പിന്നെ പൊക്കോട്ടെ, ജോലിക്ക് പോകുന്നതല്ലേ. എന്നാലും ഇപ്പോൾ ആണെങ്കിൽ ചോറൊക്കെ കഴിച്ചോളും. പണ്ടൊന്നും അങ്ങനെ ചോറൊന്നും കഴിക്കത്തൊന്നുമില്ല, മടിയനായിരുന്നു. ചോറ് കൊടുക്കുമ്പം ഞാനെന്ത് കാഞ്ഞിര വരച്ച് കൊടുക്കുന്ന പോലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ചോറൊന്നും വെക്കണ്ടടി, വാ നമുക്ക് കടയിൽ പോയി വാങ്ങിച്ചിരുന്നേ. എനിക്കാണെങ്കിൽ ഈ ഇതുപോലത്തെ ഇലയും കായും ഒക്കെ തോരൻ വെച്ചും കറി വെച്ചും ഒക്കെ തിന്ന് ഞാൻ ശീലിച്ചേ. കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല, എനിക്കിങ്ങനെയൊക്കെ ഉള്ള വകയായിരുന്നു. ബുദ്ധിമുട്ടില്ലേന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് അത്യാവശ്യം കഞ്ഞി കുടിച്ച് പോകാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെയൊക്കെ ഉള്ളതാണ് ഇഷ്ടം. അങ്ങനെ നമുക്ക് ഏട്ടനിങ്ങനെ കടയിൽ പോയി കഴിക്കാമെന്ന് പറയുമ്പോൾ എനിക്കങ്ങ് മടുപ്പാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് കടയിൽ പോയി കഴിക്കുന്നുണ്ട് എനിക്കിഷ്ടമില്ല. അതിപ്പോഴാണേലും അങ്ങനെ തന്നെ കൂട്ടുകാരെ കേട്ടോ. പിന്നെ ഏട്ടൻ നിർബന്ധിക്കുമ്പം പിന്നെ ഏട്ടൻ്റെ കൂടെ പോയിരുന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ദേ ഇത്രയും ചീര കിട്ടി കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് നിത്യവഴുതനങ്ങയും കിട്ടിയിട്ടുണ്ടേ. അങ്ങനെ അപ്പം എനിക്ക് അങ്ങനൊന്നും അതിനോടൊന്നും വലിയ ബന്ധിപ്പ് കണ്ട. അയ്യോ എൻ്റെ പയർ കണ്ട. പൂക്കൾ കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടമല്ലേ. ഇനി ഇതിൻ്റെ കുറേ തൈയാക്കി നടണം നമുക്ക്. ഇതേ എൻ്റെ ഒരു കണ്ണാടിച്ചെടി ഞാനിവിടെ കൊണ്ട് നട്ടേക്കുന്നുണ്ടോ കൂട്ടുകാരെ. കുറേ അപ്പുറത്തുണ്ട്. ഇനി ഒരു ചെടിച്ചട്ടി കുറച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് നട്ടു വെക്കണം. ഒക്കെയാണ് ഇങ്ങനെ ഇലയും കാടും ഒക്കെ പറക്കി ചോറും കറിയും വെച്ച് എനിക്കതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഏട്ടനാണെങ്കിൽ കടപ്പലഹാരവും മതി. ഇങ്ങനെ അതുകൊണ്ട് എന്താ നമുക്ക് ഇങ്ങനെ ഇത്ര കൂട്ടം കറി വേണം, ഇത്ര കൂട്ടം ചോറ്, അങ്ങനെയൊന്നും നമുക്ക് പേടിക്കണ്ട കൂട്ടുകാരെ. അങ്ങനെയൊന്നും നമുക്കൊരു പേടിയേ വേണ്ട ഏട്ടൻ്റെ കാര്യത്തിന്. അതിൽ നമ്മളൊന്നും വെച്ചില്ല, ഏട്ടൻ ഞാനൊന്നും വെച്ചില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും തന്നെ കടയിൽ പോവാം, വാങ്ങിച്ച് കഴിക്കാം. വാ നീയും വാ പോവാം. അല്ലെങ്കിൽ എന്താടി ചോറ് വെക്കാത്തേ, എന്താടി കറി വെക്കാത്തേ, അങ്ങനെയൊന്നും എൻ്റെ ഏട്ടനെ കൊണ്ട് ഒരു പ്രശ്നവും എനിക്കില്ല. നമുക്ക് കുറച്ച് നിത്യവഴുതനങ്ങ കിട്ടിയതാണ് ഇത്. ഇനി 2 വലിയ വഴുതനങ്ങ ഒരുവിധം ആയത് വരുന്നുണ്ട്, അത് പറിക്കണം. പിന്നെ ദേ വെള്ളക്കാന്താരി കുറച്ച് കിട്ടി. പിന്നെ നമ്മുടെ ജനലിനും കതകിനും ഒക്കെ ഇടാനായിട്ട് ഞാൻ ഇതുപോലത്തെ 2-3 വാങ്ങിച്ച്. പിന്നെ ദേ ഈ പൈപ്പ് 2 വാങ്ങിച്ച്. നമ്മൾ നേരത്തെ വാങ്ങിച്ചപ്പോൾ ചുവന്ന കളർ, ചുവപ്പല്ല മെറൂൺ കളർ പോലത്തെ ആയിരുന്നേ. ഇപ്പം നമുക്കത് കിട്ടിയില്ല. അതുപോലത്തെ വാങ്ങിച്ചു. അത് ഇവിടുത്തെ ജനലിനും വേണം, അപ്പുറത്തകത്തെ ഒരു വാതിലിനും വേണം കർട്ടൻ ഇടാനായിട്ട്. പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. ഇത് ആളങ്ങൂടെ വരുന്നുണ്ട്. മൈലാഞ്ചി ഇട്ടത് കണ്ടോ, ആളങ്ങൂടെ വരുന്നുണ്ട്. പാലത്തേക്കൂടെ വരുന്നുണ്ട്, കാണാം കേട്ടോ. വരുന്നുണ്ട്. അയ്യോ, ഞാൻ ക്യാമറ ഓണാക്കാതെ വീഡിയോ പിടിച്ചോണ്ടിരുന്നേ. അല്ല, ഏട്ടൻ അങ്ങ് മെളിക്കൂടെ വരുന്ന കാണാമായിരുന്നു. നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാം, അടുക്കളയ്ക്കകത്ത് ഇരുന്നാൽ കാണാം, ഗ്രില്ലിനകത്തൂടെ. പട്ടിക്കുഞ്ഞുങ്ങൾ വിളിക്കുന്നില്ല, അതാണ് ഞാൻ അനങ്ങാതെ വിളിച്ചുകൊണ്ട് പോയിരുന്നത്.
അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ ഏട്ടനെയും കൊണ്ട് എനിക്ക് പിന്നെ അങ്ങനെ ചോറും കറിയും വെക്കുന്നു പറഞ്ഞൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ കുറേ കറികളൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ഒരു ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ അതിനൊരു കഷ്ണം ഇച്ചിരി ചാറ് കൊണ്ട് ധാരാളം. അതേപോലെ മീൻ കറിയാണെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം ഇച്ചിരി ചാറ്, ഒത്തിരിയൊന്നും വേണ്ട, അത്രയും മതി. പിന്നെ തികയാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചായ. അത് എത്ര കുടിച്ചാലും മതി വരത്തില്ല. കേട്ടനും ചിരിക്കുന്നു കേട്ടോ. അത് എത്ര കുടിച്ചാലും മതി വരത്തില്ല. അതേപോലെ പലഹാരം, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പലഹാരം, അതും ഇതേപോലെ തന്നെ എത്ര കഴിച്ചാലും മതി. ചോറും കറിയും വേണ്ട, അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെ ഇല്ല. അതാണ് എൻ്റെ ഏട്ടനെ കുറിച്ച് ഒരു കുഴപ്പം. എനിക്ക് പിന്നെ ഇതുപോലൊക്കെയുള്ള ഇലയും കാടും ഒക്കെ വേണം. ചീരയിലയും ഇലവർഗ്ഗങ്ങളും ഒക്കെയാണ് എൻ്റെ ഇഷ്ടം. നമുക്ക് ഇനി അരി ഇടത്തില്ല കേട്ടോ, കഴിക്കുന്നു വരട്ടെ. നമ്മുടെ ചീരയില എല്ലാം അരിഞ്ഞ് വെച്ചു. ഇനി വാടി വരുമ്പോൾ ഇച്ചിരിയേ കാണത്തുള്ളൂ. ഒരു മോരുകറി വെച്ചു. ഇതിങ്ങനെ എടുത്ത് കളയത്തേ ഉള്ളൂ കൂട്ടുകാരെ. 2 ദിവസമൊക്കെ വലിയ പാടാണ്. ഇന്നൊരു ദിവസം ഇച്ചിരി ഒഴിച്ച് കുടിക്കും, ഈ ചോറിൻ്റെ കൂടെ കഴിക്കും, പിന്നെ വേണ്ട. പിന്നെ ഞാനങ്ങ് വെച്ചതാ ഇച്ചിരി കുറേ എടുത്തിരുന്നപ്പം. പയറും മെഴുക്കുവരട്ടി വെക്കാനുള്ള പയറെല്ലാം അരിഞ്ഞ് വെച്ചു. ഞാനുള്ള പച്ചമുളക് അരിഞ്ഞില്ല, അതങ്ങനെ ഇരിക്കുക. ഇപ്പം നമുക്ക് വേണ്ട, ഞാനങ്ങ് അരിഞ്ഞ് വെച്ചതേ ഉള്ളൂ, സമയം ഉണ്ടായിരുന്നു ഇപ്പം. പിന്നെ നമ്മുടെ പയർ തോരൻ വെക്കാനായിട്ട് കടുവൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി, അങ്ങനെ നമ്മുടെ പയർ തോരൻ വെന്തു. അപ്പോൾ ഇതിൽ നമ്മൾ അരിഞ്ഞ് ചീരയില ഇട്ടിട്ടുണ്ട്. കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ, ഒത്തിരി ഇട്ടില്ല. അത് വേറെ ഇലയായിട്ട് തോരൻ വെക്കണം. അതിന് ഞാനത് മാറ്റിച്ചു. പിന്നെ കുറച്ച് ഇതിലിട്ട് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത്താഴം കഴിക്കുകയാണ് കൂട്ടുകാരെ. നല്ല പുളിയാ മോര് കറിക്ക്. എന്തുവാ